ക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങളുടെ ഇടയിൽ ഒരു അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാൽ, അതായത് മതപരമായ വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും മടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് മടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആനിലേക്ക് മടക്കുക. റസൂലിലേക്ക് മടക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ നബിയുടെ അടുത്ത് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണെങ്കിൽ, നബി വഫാത്തായതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയായ ഹദീസിലേക്ക് മടക്കുക എന്നതാണ്. അപ്പോൾ ഇതിൽ വളരെ സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു അധ്യാപകന് ഒരു ക്ലാസ്സിൽ കയറി ചെന്നു. അദ്ദേഹം ഒരു കണക്കിൻ്റെ അധ്യാപകനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അദ്ദേഹം ക്ലാസ്സിൽ വന്നിട്ട് ബോർഡിൽ ഒരു വര വരച്ചു. സ്വാഭാവികമായിട്ടും ആ വരയെ എന്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത്? മുകളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഒന്നെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അധ്യാപകന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആ ക്ലാസ് റൂമിൽ നിന്ന് അധ്യാപകൻ പോയി, അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളൊക്കെ പോയി. അടുത്ത ദിവസം മറ്റൊരു വിഭാഗം വിദ്യാർത്ഥികളാണ് ആ ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ആ ബോർഡിൽ അപ്പോഴും ആ ഒന്ന് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞത് ഇതെന്തടാ ഒരു വര ഇവിടെ കാണുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞത് ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ പറഞ്ഞത് ഒന്നല്ല, അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങളുടെ കൂട്ടത്തിലെ ഐ എന്നതാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു അല്ല, അത് അറബി അക്ഷരമാലയിലെ ഒന്നാമത്തെ അക്ഷരമായ അലിഫ് ആകാനും സാധ്യതയില്ല എന്നാണ്. അപ്പോൾ ആകെ ഇവിടെ ഒരു വരയുള്ളൂ. അതേ സമയത്ത് 3 സാധ്യതകൾ അവിടെ ഉണ്ട്. ഈ സാധ്യതകളിൽ ഇതിൽ യാഥാർത്ഥ്യം എന്തും തിരിച്ചറിയാൻ എന്താ മാർഗം? ഒന്ന്, ആര് ഇത് വരച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ ഇത് വരച്ചു എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ വരച്ച ഇതിന്ന ആളാണ് ഇന്നലെ വരച്ചത്. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ഒന്നിട്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കണ്ടില്ല. അപ്പോൾ ഇന്നലെ ഈ ക്ലാസ് റൂം ഉപയോഗിച്ചിരുന്ന ഇന്ന വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞു. ആ വിദ്യാർത്ഥികളോട് അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു ഇത് ഇന്നലെ ഞങ്ങളുടെ അധ്യാപകൻ ഒന്ന് എഴുതി ഏതായിരുന്നു എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിക്കണം. അപ്പോൾ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സ്ഥിരപ്പെട്ടു വന്നത് സഹാബിമാരങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു ചർച്ചയാണ്. കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്താദാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് സഹാബത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഹാബിമാർ അത് മനസ്സിലാക്കിയോ എന്നതും ഇതിനൊരു പ്രത്യേകതയാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രമാണങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊണ്ട് സമസ്തയുടെ മുസ്ലിയാക്കന്മാർ നബിദിനെ ആഘോഷിക്കണമെന്ന് പറയാൻ അവർ പല ആയത്തുകളും കൊണ്ടുവരാറുണ്ട്. എന്നാൽ ഈ ആയത്ത് ഓതിയിട്ട് ഏതെങ്കിലും ഒരു സഹാബി, ഒന്നും വേണ്ട, ലോകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദ്യമായി അംഗീകരിച്ച സഹാബിയാണല്ലോ, അല്ലെങ്കിൽ വ്യക്തിയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു അറിയാത്തൊരു ആയത്ത് ഏതായാലും ഖുർആനിൽ ഉണ്ടാവില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന്റെ ശേഷമാണ് എന്തായിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് എന്താകാറുണ്ടായിരുന്നു? വഹികൾ ഇറങ്ങാറുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും റബീഉൽ അവ്വൽ 12 അതിൽ വേണ്ട റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാറുണ്ടായിരുന്നു? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, ഇപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യാപിതാക്കന്മാരും കൂടിയാണ്. എന്നാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമക്കളാണ്. ഈ മരുമക്കള് ഉപ്പന്റെ ബർത്ത്ഡേ ആണ് ഏതായാലും, അതുകൊണ്ട് എന്താക്കണം, നമുക്ക് ഈ മാസം ഒന്ന് അടിച്ചു പൊളിക്കണം എന്ന് നബിയുടെ പെൺമക്കളോട് എപ്പോഴെങ്കിലും പറഞ്ഞതോ? അല്ലെങ്കിൽ പെൺമക്കള് ഉപ്പാന്റെ ജന്മദിനാണല്ലോ വരേണ്ടത്, നമുക്ക് എന്തെങ്കിലും ഒരു സമ്മാനം ഉപ്പാക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നബിദിനത്തിന്റെ ഭാഗമായിക്കൊണ്ട് പ്രത്യേകം എന്തെങ്കിലും ചെയ്യാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ആയത്തുകൾ ഓതുമ്പോൾ ഇമാം ഷാഫി റഹിമഹുള്ളയുടെ പ്രത്യേകത ഉണ്ട്. 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ കൂട്ടത്തിൽ ഖുറൈശിയായിട്ടുള്ള ഏക ഇമാമ് ഷാഫി ഇമാമാണ്. ആ ഇമാം ഷാഫി റഹിമഹുല്ല, ഖുറൈശിയായ ഇമാം ഷാഫി റഹിമഹുല്ല എപ്പോഴെങ്കിലും നബിദിനം കഴിക്കാൻ വേണ്ടി ഒരു വരി പറഞ്ഞതുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഉത്തമ തലമുറയിലെ, അതായത് ഉത്തമ തലമുറ എന്ന് പറയുന്ന ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിൽ ഇത് ഇസ്ലാമിക ലോകത്ത് പരിചയമില്ലാത്ത കാര്യമാണ്. അത് ഇവിടുത്തെ പഴയ സമസ്തയുടെ നേതാക്കന്മാർ തന്നെ പാട്ട് രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, താഴെ പോലെയുള്ള ആളുകളൊക്കെ.
നബിദിനം കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതായത് ഹിജറ 300 ശേഷം വന്നതാ എന്നൊക്കെ എന്താക്കിയിട്ടുണ്ട്, അത് എഴുതി വെച്ച തന്നെ കാണാൻ പറ്റും. അപ്പൊ ഹിജറ 300 ശേഷം വന്നൊരു കാര്യം നല്ലതായി കാണുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി പറഞ്ഞ അലൈക്കും ബിസുന്നതി, നിങ്ങൾക്കുള്ളത് എൻ്റെ ചര്യയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ് വസുന്നത്ത് ഖുലഫ റാഷിദീനൽ മഹ്ദിയീൻ, സച്ചരിതരായിട്ടുള്ള എൻ്റെ ഖുലഫാക്കളുടെ ചര്യയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ നബി ചെയ്യാത്ത, ഖുലഫാക്കൾ ചെയ്യാത്ത, ഉത്തമ തലമുറയിലുള്ള ആളുകൾക്ക് പരിചയമില്ലാത്ത, അഹ്ലുസുന്നയുടെ മദ്ഹബുകളായിക്കൊണ്ട് അറിയപ്പെട്ടിട്ടുള്ള ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന 4 മദ്ഹബുകളിലെ ഒരു ഇമാമ് പോലും ചെയ്യാത്ത, അതുപോലെ തന്നെ ആ ഇമാമുമാരുടെ പ്രധാന ശിഷ്യന്മാരായിക്കൊണ്ട് ലോകത്തറിയപ്പെട്ട ആരും ചെയ്യാത്ത കുറേ കാലങ്ങൾ ഈ ഇസ്ലാമിക ലോകത്ത് തന്നെ പരിചയമില്ലാത്തൊരു കാര്യം, അതിന് വലിയ ആവേശത്തോടു കൂടി കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പ്രയാസം തന്നെയാണ്. കാരണം എത്രത്തോളം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണെന്നാണ് നബിദിനത്തിനെ കുറിച്ച് പറഞ്ഞത്. ഒന്നും വേണ്ട, പെരുന്നാളിന്റെ സുന്നത്തുകൾ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ എടുത്താൽ കാണാൻ കഴിയും. 4 മദ്ഹബിന്റെ ഫിഖഹിന്റെ ഗ്രന്ഥം എടുത്താലും പെരുന്നാളിന്റെ സുന്നത്തുകൾ, അതുപോലെ തന്നെ പെരുന്നാളിന്റെ ആദാബുകൾ, മര്യാദകൾ അതൊക്കെ കാണാൻ പറ്റും. ഏതെങ്കിലും പ്രാമാണികമായ ഫിഖ് ഗ്രന്ഥത്തിൽ ഇന്ന് എഴുതിണ്ടാക്കിയതിനെ കുറിച്ചല്ല പറയേണ്ടത്. പഴയ കാലത്ത് മദ്ഹബുകളിലേക്ക് ചേർത്തി പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഈദ് മീലാദുൻ നബിയുടെ അന്നത്തെ സുന്നത്തുകൾ, പ്രത്യേക സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ ആദബുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഇസ്ലാമികാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഫിഖിന്റെ ഗ്രന്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. മഹാനായ അബു ഹനീഫത്തുൽ കൂഫി റഹിമഹുള്ളയുടെ ഫിഖുൽ അക്ബർ മുതൽക്ക് കണ്ടെടുത്താൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ എന്താ പറയുക 1 വരെയുള്ള ഇമാം മാലിക്കിന്റെ മുവത്ത, അതാണല്ലോ ഇമാം മാലിക്കിന്റെ ഫിഖ് എന്ന് പറയേണ്ടത്. ഇമാം അഹമ്മദിന്റെ ഫിഖ് എന്ന് പറയേണ്ടത് അടിസ്ഥാനപരമായി കൊണ്ട് മുസ്നദ് ഇമാം അഹമ്മദാണ്. ഇതിലൊക്കെ എവിടെങ്കിലും ഒരു നബിദിനത്തിന്റെ അന്ന് ചെയ്യേണ്ട പ്രത്യേക കാര്യങ്ങൾ, രാവിലെ കുളിക്കണം, പുത്തൻ വസ്ത്രം ധരിക്കണം, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അദബ് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇതൊക്കെ പരിചയമുണ്ടായിരുന്നു. അക്കാലത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഭാഗമായി അങ്ങനെ ചർച്ച നടന്നിരുന്നെങ്കിൽ എന്താക്കായിരുന്നു, മനസ്സിലാക്കാമായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല എന്നത് കൊണ്ട് തന്നെ പിന്നെ മുസ്ലിയാക്കന്മാർ സാധാരണഗതിയിൽ എന്താക്കാറുണ്ട്, പല പുസ്തകങ്ങൾ ഇറക്കിയിട്ട് ആ കിതാബിൽ ഇങ്ങനെ ഉണ്ട്, ഈ കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെന്തല്ല, ശരിയല്ല. പണ്ഡിതോദ്ധരണികൾ എന്തല്ല, മതത്തിൽ തെളിവല്ല. അതേസമയം പണ്ഡിതോദ്ധരണികളെ നമ്മൾ എടുക്കുന്നത് എന്തിനാണ്, പ്രമാണങ്ങളെ മനസ്സിലാക്കുന്ന രംഗത്തത് പ്രമാണങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉത്തമ തലമുറയിൽപ്പെട്ട ആരും ചെയ്യാത്ത, പിന്നെ ഇത് ആരെ ചെയ്തത് എന്നുള്ളതാണ്. ഇത് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് ഫാത്തിമിയാക്കൾ എന്ന് പറഞ്ഞ വിഭാഗമാണ്. അവരെ യഥാർത്ഥ പേരെന്നെ ഉബൈദിയാക്കൾ എന്നാണ്. ഷിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് അവർ. ഈ ഷിയാക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഉബൈദിയാക്കൾ അവർ പിന്നെ ആളുകൾക്കിടയിൽ ക്ലച്ചിട്ടാൻ വേണ്ടിയാണ് നബിയുടെ മകളായ ഫാത്തിമ ബീവിയിലേക്ക് പേര് ചേർത്തിക്കൊണ്ട് ഫാത്തിമിയാക്കൾ എന്നൊക്കെ പേര് പറഞ്ഞത്. ഈ ഫാത്തിമിയാക്കളാണ് ഇതൊരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത്. അവർ തുടങ്ങിയത് 5 ആളുകളുടെ മൗലിദാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ്, രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമ ബീവിയുടേത്, മൂന്നാമത്തത് ഫാത്തിമയുടെ ഭർത്താവായിട്ടുള്ള അലി, നാലാമത്തത് അവരിലെ 2 മക്കളായിട്ടുള്ള ഹസൻ ഹുസൈൻ. ഈ 5 പേരുടെ മൗലിദ് മുതലാണ് അവർ തുടങ്ങേണ്ടത്. പിന്നീട് അത് ഇടക്കാലത്ത് നിന്നുപോയി. പിന്നെ മുളഫർ എന്ന് പറയുന്ന രാജാവാണ് പിന്നീട് എന്താക്കുന്നത്, ഇത് പിന്നെ രണ്ടാമത് കെട്ടിപ്പടുത്തുണ്ടാക്കി കൊണ്ടുവരുന്നതും. ഇപ്പം ആലോചിച്ച് നോക്കുക, നമ്മുടെ നാടുകളിൽ തന്നെ പണ്ടൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള പല രൂപത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും ഇതിന്റെ ഭാഗമായി കൊണ്ട് എന്താവുന്നു, നടക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാസങ്ങൾ പുണ്യമാസങ്ങളായി പരിചയപ്പെടുത്തി. അതിന് പുറമെ ഹദീസുകളിൽ നിന്ന് റമദാൻ മാസത്തിന് പുണ്യമുള്ളതായിട്ട് നമുക്ക് എന്താ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ റബീഉൽ അവ്വലിന് പ്രത്യേക പുണ്യമുള്ളതായിക്കൊണ്ട് ഖുർആനിലോ ഹദീസിലോ ഒന്നും എന്തായിട്ടില്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ നാട്ടിലെ സമസ്തക്കാരെ പള്ളി മുഴുവനും ഇന്ന് മറ്റേ നമ്മൾ ഈ ക്രൈസ്തവർ കൂടുതലായിക്കൊണ്ട് ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ ക്രിസ്മസിന്റെ സമയത്ത് പള്ളികൾ അലങ്കരിക്കുന്നത് പോലെ പ്രത്യേകമായി അലങ്കരിക്കുന്ന ഒരവസ്ഥയ്ക്ക് എത്തി. ക്രൈസ്തവർ എങ്ങനെയാണ് പുൽക്കൂട് കെട്ടിയിരുന്നത് ആ രൂപത്തിൽ പുൽക്കൂട് കെട്ടി. അവർ ഉണ്ണിയേശുവിനെ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങപ്പുറത്ത് എന്തായി, ചെറിയ കുട്ടികളെ അറബികളുടെ വേഷത്തിൽ അതും വാളൊക്കെ പിടിച്ച് ഒട്ടൊക്കെ പുറത്തിരിക്കുന്ന രൂപത്തിലൊക്കെ ഉണ്ടാക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇങ്ങനത്തെ ഒരു നബിദിനം എന്തായിരുന്നാലും ഇല്ല, ഇസ്ലാമിലില്ല. പിന്നെ നബി ജനിച്ചതെന്നുള്ള വിഷയത്തിൽ പോലും
കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കും ചരിത്ര പണ്ഡിതന്മാർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം നബി ജനിക്കുമ്പോൾ നബി ആയിട്ടല്ല ജനിച്ചിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എന്നാൽ നബി വഫാത്തായ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. റബീഉൽ അവ്വൽ 12-നാണ്. മദീന റബീഉൽ അവ്വൽ 12-ന് ആകെ ദുഃഖത്തിലാണ്ട ദിവസമാണ്. ഹിജ്റ 10-ാം വർഷം. അതല്ലാത്ത ഒരു എന്താണ് പറയുക, മദീനയിലേക്കോ അല്ലെങ്കിൽ മക്ക കാലഘട്ടത്തിലോ റബീഉൽ അവ്വൽ 12-ന് പ്രത്യേക ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല. ആകെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മദീനത്ത് ഹിജ്റ 10-ാം വർഷം റബീഉൽ അവ്വൽ 12 ആകെ ദുഃഖപൂരിതമായിരുന്നു. സഹാബത്ത് പറയുന്നത് കാണാൻ പറ്റും. നബി മദീനയിലേക്ക് ഹിജ്റ വന്ന സമയത്ത് മദീനയിൽ ഒരു വെട്ടം ഞങ്ങൾക്ക് എന്തായതാണ്, ഞങ്ങൾ അനുഭവിച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തോടു കൂടി ആ വെട്ടം അണഞ്ഞത് ഞങ്ങൾ ബോധ്യപ്പെട്ടതാണെന്നാണ്. മദീന ദുഃഖത്തിലാണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് പഴയകാലത്ത് മുതലേ ഈ സുന്നി പള്ളികളിൽ ഓതി വരുന്ന നബാത്തി ഖുത്തുബ എന്ന് പറഞ്ഞ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്തുബകൾ ക്രോഡീകരിച്ചത് അങ്ങനെ പാരായണം ചെയ്യാറുണ്ട്. ഈ ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുത്തുബയിൽ റബീഉൽ അവ്വൽ മാസത്തിൽ പാരായണം ചെയ്യേണ്ട ഖുത്തുബകൾ വരുന്ന ഭാഗത്ത് മരണവും മരണാനന്തര ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമൊക്കെയാണ് എന്താക്കുന്നത്, അതിലൊക്കെ ചർച്ചയുള്ളത്. ഇന്ന് ഈ കാണിച്ചു കൂട്ടുന്ന DJ അടക്കമുള്ള പേക്കൂത്തുകൾ ഇത് ഉണ്ടാകുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപേ പറഞ്ഞ കാര്യമാണ്. ല തത്തബിഉന്ന സനന മൻ കാന ഖബ്ലക്കും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ എന്നാണ്. അതായത് നിങ്ങളുടെ മുൻഗാമികളായ യഹൂദികളെയും നസാറാക്കളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായി നിങ്ങൾ എന്താക്കും, പിൻപറ്റുന്ന അവസ്ഥ വരും. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ഉടുമ്പിന്റെ മാളത്തിൽ വരെ നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. അതിന് അതേപോലെ പിന്തുടരുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളത് നബി ചെയ്തിട്ടുണ്ടോ സഹാബത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. അതിന് സഹീഹായ ഹദീസ് ഉണ്ടോ എങ്കിൽ അത് നമുക്ക് തെളിവാണ്. ഇല്ല സ്വഹീഹല്ല എങ്കിൽ അതൊരിക്കലും തന്നെ നമുക്ക് തെളിവല്ല. ഇതൊക്കെ ഇങ്ങനെ കിതാബുകളിലൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിൽ പോലും പല മുഖാമുഖങ്ങളും എന്താക്കാറുണ്ട്, ഈ മുസ്ലിയാക്കന്മാർ ചോദ്യം ചോദിക്കാൻ വരാറുണ്ട്. പക്ഷെ അവരാരും ആ ഉദ്ധരണികൾ ആരും എന്താക്കാറില്ല, ചോദിക്കാറില്ല. കാരണം അങ്ങനത്തെ ഒരു ഉദ്ധരണി ഇല്ല എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.